നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൃത്യാന്തര ബാഹുല്യത്താൽ ലോകമാകെ ഭ്രമണം ചെയ്യുന്നവരാണ് പഞ്ചായത്ത് അംഗങ്ങൾ. എന്നാൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി തോമസ് വ്യത്യസ്തനാണ്. കൊല്ലത്ത് കൊട്ടരയിലെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടം ഞങ്ങൾ കാണുന്നു. നേരിൻ്റെ നേരടയാളങ്ങൾ, സമഗ്ര പുരയിട കൃഷി മാതൃക, പൂവാലികളും കോഴികളും താറാവുമൊക്കെയായി വികസിക്കുന്നു. കാണാം കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി തോമസിൻ്റെ കൃഷിയുടെ കാഴ്ചകൾ, ഒപ്പം മൃഗസംരക്ഷണ മേഖലയുടെ പ്രതിസന്ധികളെക്കുറിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണങ്ങളും. ഹരിതം സുന്ദരം. കേരളത്തിൽ ഏറെ തിരക്കുള്ള ഒരു പഞ്ചായത്ത് അംഗത്തിന് കൃഷിയിൽ എത്രമാത്രം തുടരാനാകും? ഇനി അഥവാ തുടർന്നാൽ തന്നെ എത്ര നാൾ കൊണ്ടുപോകാനാകും? എത്രത്തോളം മനസ്സ് നൽകാനാകും? അതിനൊക്കെയും ഉത്തരം 100% എന്നാണെങ്കിൽ കൊല്ലത്ത് കൊട്ടരയിൽ തോമസ് ചേട്ടൻ്റെ പുരയിടത്തിലെത്തണം. കൊല്ലത്തെ വെളിയം പഞ്ചായത്തും പൂയപ്പള്ളി പഞ്ചായത്തും ചേർന്ന 7ാം ഡിവിഷനിലാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി തോമസിൻ്റെ നായകത്വം. കൊട്ടരയിലാണ് തോമസിൻ്റെ വീട്. പരമ്പരാഗതമായി പകർന്നു കിട്ടിയ സ്നേഹം തന്നെയാണ് കൃഷിയിൽ തോമസിനെയും പിടിച്ചു നിർത്തിയത്. അതിപ്രഭാതങ്ങളിലും സന്ധ്യകളിലുമാണ് കൃഷിയിടത്തിലേക്ക് തോമസ് എത്തുക. എങ്കിലും എല്ലാ കാര്യത്തിനും എപ്പോഴും നോട്ടവും ശ്രദ്ധയുമുണ്ട്. സ്വന്തമായുള്ള 50 സെന്റ് സ്ഥലത്താണ് കൃഷി. കൃഷിയെന്നാൽ അത് കാലത്തിന് യോജിച്ചതാകണം. സമഗ്ര പുരയിട കൃഷിയിലാണ് തോമസിന്റെ താൽപ്പര്യം. ഒരു വീട്ടിന് വേണ്ടത് ആ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. ഭക്ഷ്യഭദ്രതയെക്കുറിച്ച് നാടെങ്ങും പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല. സ്വന്തം വീട്ടിൽ അതിന്റെ മാതൃക കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ തോമസ് ചേട്ടൻ യഥാർത്ഥ മാതൃകാ കർഷകനാകുന്നത്. 1 ഡസനോളം പൈക്കളെ വളർത്താനുള്ള 1-ാം തരം ഒരു കൂടാരം തോമസ് വീട്ടിലൊരുക്കി. കൂടാരമെന്നാൽ വെറും കൂടാരമല്ല, സ്വർഗീയ സൗകര്യങ്ങളാണ് പൈക്കൾക്കായി തീർത്തത്. അവർക്ക് ഉറച്ചു നിൽക്കാൻ ഉറച്ച കോൺക്രീറ്റ് തറ, കുളമ്പുകൾ കേടാകാതിരിക്കാൻ റബ്ബർ മെത്തകൾ, വായുവിനെ നിത്യവും ചലിപ്പിക്കുന്ന പങ്കകൾ, പരസ്പരം കുത്തുകൂടാതിരിക്കാൻ സെപ്പറേറ്ററുകൾ, അതിവിശാലമായ തീറ്റ തൊട്ടികൾ, തീറ്റ തിന്നാനും വെള്ളം കുടിക്കുവാനുമുള്ള പാത്രങ്ങൾ എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയതാണ് തോമസ് ചേട്ടന്റെ പശുക്കൂടാരം. പൈക്കളുടെ തെരഞ്ഞെടുപ്പിലും ഒരു കൈ നോക്കി തോമസ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ പൈക്കൾ വേണം. പറ്റുമെങ്കിൽ അടുത്തേതെങ്കിലും തൊഴുത്തിൽ തന്നെ പിറന്നവ. 10 പൈക്കളുണ്ടെങ്കിൽ 5 എണ്ണം എപ്പോഴും ഗർഭവതികളായിരിക്കും. പിന്നീടുള്ള 5 എണ്ണത്തിന്റെ വരുമാനം കൊണ്ടാണ് മറ്റുള്ളവയെ തീറ്റിപ്പോറ്റേണ്ടത്. കൊഴുപ്പും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും കൂടുതലുള്ള ഗിർ പൈയിനെ ഒന്ന് വാങ്ങി. ഗുജറാത്തിന്റെ മഹിമയുണ്ട് ഗിർ പൈക്കൾക്ക്. സാക്ഷാൽ നാടൻ ഭാരത പശു. നാടൻ പയ്യാണെങ്കിലും ഗിറിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഉറച്ച കുളമ്പുകൾ, നിലത്തുമുട്ടുന്ന വാൽ, അയഞ്ഞ താട, കരിമിഴികൾ, ചെറുകൊമ്പുകൾ, ഇതൊക്കെയാണ് ഗിറിന് അഴക് വർദ്ധിപ്പിക്കുന്നത്. നാടൻ പൈക്കൾ പൊതുവെ നാഴൂരി പാലുകാരാണ്. ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് ഗിർ. 8 മുതൽ 12 ലിറ്റർ വരെ പാൽ നൽകാൻ ഞങ്ങൾക്ക് കഴിയും എന്നവർ വിളംബരം ചെയ്യുന്നുണ്ട്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയാണ് ഗിറിന്റെ മറ്റൊരു പ്രത്യേകത. പാലിൽ 7 മുതൽ 8% വരെ കൊഴുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കരവർഗം പൈക്കളുടെ പാലുമായി ഗിർ പൈക്കളുടെ പാൽ മിക്സ് ചെയ്യാം. തവിട്ടും കറുപ്പും ചേർന്ന ഒരു പ്രത്യേക അഴകുണ്ട് ഗിറിന്. ഉഷ്ണക്ലേശം കൂടിയ ഇക്കാലത്ത് അവയെ മരത്തണലിലാണ് കെട്ടാറ്. ഗിറിന് കൂട്ടായി സാക്ഷാൽ ജേഴ്സി പൈക്കലുണ്ട്. ഇംഗ്ലീഷ് ചാനലിന്റെ സന്തതികളാണ് ജേഴ്സി പൈക്കൽ. നറുമണമുള്ള പാലാണ് ജേഴ്സിയുടെ പ്രത്യേകത. ചെമ്പൻ തവിടിന്റെ നിറവും കരിമിഴികളും ജേഴ്സിക്ക് കൂട്ടുണ്ട്. കറവദിനങ്ങൾ അല്പം കുറവാണെങ്കിലും കൊഴുപ്പിൽ മുന്നിൽ നിൽക്കും ജേഴ്സി. പൈക്കലുടെ ഫാമിൽ ഒരു മിശ്രിതം വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു തോമസിന്. അതുകൊണ്ട് തന്നെ സുനന്ദിനി പൈക്കളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. സാക്ഷാൽ ഇൻഡോസിസ് പ്രോജക്റ്റിൽ വികസിപ്പിച്ച ഇനമാണ് സുനന്ദിനി പൈക്കൾ. കേരളത്തിലെ ഉഷ്ണകാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ച ഇനമാണ് സുനന്ദിനി.
പൈക്കൾക്കെല്ലാം തന്നെ കുളമ്പ് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്താൻ മറന്നില്ല. ആകസ്മിക അപകടങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും രക്ഷ നേടണം. ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ പൈക്കൾക്കും ഏർപ്പെടുത്തി. ഫാം നടത്തിപ്പ് പോലെ തന്നെ പൈക്കളുടെ കൈമാറ്റത്തിലും ചില യുക്തികൾ വേണം. പുതുതായി എത്തുന്ന ചെറുപ്പക്കാർക്കും സംരംഭകർക്കുമൊക്കെ ഫാമിന്റെ യുക്തികൾ പറഞ്ഞു നൽകുവാൻ തോമസിന് നാവേറെയാണ്. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം തോമസ് ചേട്ടൻ. നമസ്കാരം സർ. ഈ സാധാരണ ഈ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ലെന്ന്, കൃഷിക്കൊന്നും സമയം കിട്ടാറില്ല. അവർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, പക്ഷേ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ സമയം കണ്ടെത്തുന്നത്? ഇത് പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം തൊട്ട് ഈ മേഖലയിലെല്ലാം സജീവമായി എല്ലാ കൃഷികളും ചെയ്തിരുന്നു. അതിൻ്റെ പിന്തുടർച്ച എന്നതുപോലെ മൃഗസംരക്ഷണവും ഒപ്പം മറ്റ് കൃഷികളും എല്ലാം നന്നായി നടത്തിക്കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടരുന്നത്. ഇപ്പോൾ ഈ ഒരു രാവിലെ എത്ര സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത്? രാവിലെ ഒരു 1.5 മണിക്കൂർ പരമാവധി ഇതിനു വേണ്ടി ചിലവഴിക്കും. എന്നാലും എത്ര മണി മുതൽ എത്ര മണി വരെ? ഒരു 7 മണി മുതൽ 8:30 വരെ ഇതിനു വേണ്ടി ചിലവഴിക്കും. ഈ ഇവിടെ വന്നിപ്പോൾ തോമസ് ചേട്ടൻ്റെ കൃഷിയൊക്കെ കാണുന്ന ധാരാളം ആളുകളൊക്കെ വരും. ജനപ്രതിനിധികൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചിലപ്പോൾ കർഷകർ, പൊതുജനങ്ങളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ എന്താ ഈ പഞ്ചായത്ത് മെമ്പറുടെ ഈ ഒരു കൃഷിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അപ്പോൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സംശയം. പക്ഷേ എന്നിരുന്നാലും വളരെ ആത്മാർത്ഥതയോടെ ഇതിൻ്റെ പിന്നിൽ മറ്റ് ജോലിക്കാരൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെ ശരിയായൊരു മേൽനോട്ടം നിർവഹിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്, എത്ര സമയമില്ലെങ്കിലും. അതുകൊണ്ടാണ് ഇത് ഭംഗിയായി പോകുന്നത്. ഇപ്പോൾ പശുക്കൾ, കോഴി, താറാവ് ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട്. മൃഗസംരക്ഷണ മേഖലയിൽ ഒരു കർഷകനാണ്. അപ്പോൾ ഈ രംഗത്തെ യഥാർത്ഥ പ്രയാസങ്ങൾ അങ്ങേക്ക് അറിയാം. അതെ അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു ഉപജീവന മാർഗ്ഗമാണോ? ഇത് ഒരു ലാഭകരമായ ഒരു ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ 100% അങ്ങനെ ലാഭകരമാണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തേക്കാൾ ഉപരി അടുത്ത തലമുറയെ സംബന്ധിച്ച് ഈ പശുവിനെയും പശുക്കുട്ടിയൊക്കെ വീട്ടിൽ വളർത്തുക വഴി സാമൂഹ്യമായ ഒരു മറ്റ് ജീവികളോട് സഹിഷ്ണുതയോടും സ്നേഹത്തോടും പെരുമാറാനുള്ള ഒരു മാനസികാവസ്ഥ അടുത്ത തലമുറയ്ക്ക് സംജാതമാക്കുവാൻ ഇത്തരം പശു വളർത്തൽ കൊണ്ടൊക്കെ സാധിക്കുന്നുണ്ട്. കാര്യം പശുക്കുട്ടികളുമായിട്ടുള്ള ഇടപഴകൽ ഭാവിയിൽ ഇതിനെയൊക്കെ ഉപദ്രവിക്കാതെയും കൊല്ലാതെയും ഇരിക്കുന്നതിനുള്ള ഒരു പ്രേരണയായി പലപ്പോഴും വരാറുണ്ട്. പുരയുടെ കൃഷിയിൽ പാൽ മാത്രം പോരാ, മുട്ടയും ഇറച്ചിയുമൊക്കെ വേണം. അതിനായി തോമസ് ചേട്ടൻ ആശ്രയിച്ചത് താറാവുകളെയും കോഴികളെയുമാണ്. ജലപക്ഷികളാണ് താറാവുകൾ. ചാരയും ചെമ്പല്ലിയുമാണ് പ്രധാന ഇനങ്ങൾ. സാക്ഷാൽ കുട്ടനാടൻ താറാവുകൾ. പുള്ളിത്താറാവുകളാണ് ചാരയും ചെമ്പല്ലിയും. താറാവുകളെ സാധാരണ ബാധിക്കുന്ന കോളറയും വസന്തയുമൊക്കെ ചാരയും ചെമ്പല്ലിയെയും ലേശമേ ബാധിക്കാറുള്ളൂ. ഞണ്ട്, നത്തയ്ക്ക, ഉതിർമണികൾ ഇവയൊക്കെ തീറ്റയാക്കുന്നവരാണ് താറാവുകൾ. പെല്ലറ്റ് തീറ്റകളോടൊപ്പം അതൊക്കെ കൃത്യമായി നൽകുവാൻ തോമസിന്റെ കൃഷിയിടം തയ്യാറാണ്. താറാവ് മുട്ടയ്ക്ക് ഉയർന്ന ഡിമാൻഡുണ്ട്. നല്ല കൊളസ്ട്രോൾ കൂടുതലുള്ള മുട്ടയാണ് താറാവിൻ്റേത്. ചാരയുടെയും ചെമ്പല്ലിയുടെയും മുട്ടകൾ ഈ വേനൽക്കാലത്ത് പോലും 10-12 ദിവസം പുറത്തിരിക്കും. പ്രാദേശിക വിപണനമാണ് ഏറെ. താറാവുകൾക്ക് സുരക്ഷയൊരുക്കുന്നതും പ്രധാനമാണ്. കമ്പി വലകളും തടിയും കൊണ്ടാണ് താറാവിനായി പ്രത്യേക കൂടുകൾ തീർത്തത്. നാടൻ കോഴികളെ ഉപേക്ഷിക്കുക വയ്യ. തലശ്ശേരി കോഴികളും തേനിക്കോഴികളും തിത്തിരിക്കോഴികളും കൂട്ടത്തിലുണ്ട്. നേക്കഡ് നെക്കിന് ആയുസേറെയാണ്. ഏറിയാൽ 30-40 മുട്ടകൾ. എങ്കിലും അടയിരിക്കുന്ന കോഴികളാണ് നല്ലത്. പുതിയ തലമുറയ്ക്കായി എങ്ങും ഓടണ്ട. അടയിരുന്ന് അവർ സ്വന്തമായി വികസിപ്പിച്ചുകൊള്ളും. തോമസ് ചേട്ടനോടൊപ്പം നടന്നാൽ കൃഷിയുടെ കിന്നരങ്ങൾ കേൾക്കാം. ഓരോ കാര്യത്തിലും കൃത്യമായ കണിശമുണ്ട്. പൊതുപ്രവർത്തനത്തിലെ യുക്തി കൂടി സമന്വയിപ്പിച്ചാണ് കൃഷിയിൽ മുന്നിൽ നിൽക്കുക. പൊതുജനങ്ങളെ നയിക്കുന്നത് പോലെ തന്നെ കൃഷിയെയും നയിക്കണം. എങ്കിലേ വിജയമുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി തോമസ് മനസ്സ് തുറന്നു. പാലാണല്ലോ പ്രധാന വരുമാനം. അതെ. എത്ര ലിറ്റർ പാൽ അളക്കുന്നുണ്ട്? ഇപ്പോൾ സൊസൈറ്റിയിലൊരു 20-25 ലിറ്റർ പാൽ കൊടുക്കുന്നുണ്ട്. അല്ലാതെ 10-35 ലിറ്ററോളം വീട്ടുകാരിവിടെ വന്ന് രാവിലെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. എത്ര രൂപ വില? വീട്ടുകളിൽ കൊടുക്കുന്നത് 60 രൂപയാണ്. സൊസൈറ്റിയിലൊരു 45 രൂപ 43 രൂപയൊക്കെ കിട്ടും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെ വീട്ടിലെ പാലിന് ഈ നാട്ടിലെങ്ങനെയുണ്ട് കീർത്തി? കുഴപ്പമില്ല. ഞങ്ങൾ വെള്ളമൊന്നും ചേർക്കാറില്ല. സൊസൈറ്റി കൊടുക്കുന്നതിനും വെള്ളം ചേർക്കാറില്ല, വീടുകളിൽ കൊടുക്കുന്നതിനും ചേർക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ആ നന്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ മുട്ടയ്ക്കൊക്കെ ആരാ ആവശ്യക്കാർ? മുട്ടയ്ക്ക് ഇഷ്ടം പോലെ ആവശ്യക്കാരാണ്. നമുക്ക് യഥാർത്ഥത്തിൽ കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല. താറാമുട്ടയ്ക്കും നല്ല ഡിമാൻഡാണ്, കോഴിമുട്ടയ്ക്കും ഡിമാൻഡാണ്. നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് പരമാവധി ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കർഷകനും രണ്ടും ഒരു ത്രാസിലിങ്ങനെ തൂക്കി നോക്കിയാൽ ഏതിനായിരിക്കും കൂടുതൽ തൂക്കം കിട്ടുക?
കർഷകനായിരിക്കും കൂടുതൽ തൂക്കം കിട്ടുക. അതെ. അപ്പോൾ ഇനി എന്താണ് തോമസ് ചേട്ടൻ്റെ അടുത്ത പരിപാടി? ഒരുപക്ഷെ വീണ്ടും രാഷ്ട്രീയത്തിൽ നിൽക്കുകയും മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തേക്കാം. എങ്കിലും കാർഷിക രംഗത്ത് എന്താണ് പുതിയ പരിപാടി? കാർഷിക രംഗത്ത് ഇതൊന്നും വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. സർക്കാരിൻ്റെ വിവിധ സ്കീമുകളുണ്ട്. ഏതെങ്കിലും അനുയോജ്യമായ സ്കീം കിട്ടിയാൽ തൊട്ടടുത്ത് തന്നെ 1 ഏക്കർ നിലവും അതിൻ്റെ പിറകിൽ ഒരു 75 സെൻറ്റ് കരഭൂമിയുമുണ്ട്. ആ കരഭൂമിയിൽ നല്ല ഒരു ഫാം തുടങ്ങുന്നതിനെക്കുറിച്ചും ആലോചനയിലാണ്. ചെറുതെങ്കിലും ഒരു പരമ്പര പോലെ നീളുന്നതാണ് തോമസ് ചേട്ടൻ്റെ കൃഷിയിടം. അതിന് എല്ലാ ഭാഗങ്ങളും നേരാം. ഇപ്പോഴത്തെ മൃഗസംരക്ഷണ മേഖലാ പ്രതിസന്ധികളെക്കുറിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. തീപാറുന്ന പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടം കഴിഞ്ഞതോടെ, തെരഞ്ഞെടുപ്പും കഴിഞ്ഞതോടെ സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗം എന്ന പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 497ഓളം മൃഗങ്ങളെയാണ് ഈയിടെ നമുക്ക് നഷ്ടപ്പെട്ടത്. സംസ്ഥാനത്തിൻ്റെ പാലുൽപാദനം 6.5 ലക്ഷം ലിറ്ററോളം പ്രതിദിനം കുറഞ്ഞു. ഇതൊക്കെയും തരണം ചെയ്യാൻ നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിനുണ്ട്. വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഹരിതം സുന്ദരത്തോട് പ്രതികരിക്കുന്നു. നമസ്കാരം മേഡം. നമസ്കാരം. ഏതാണ്ട് അടുത്ത ഒരു ഘട്ടത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ പാൽ ക്ഷാമം പരിഹരിക്കും എന്നായിരുന്നു അടുത്ത നാൾ വരെ മിനിസ്റ്ററുടെ പ്രഖ്യാപനം. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഉഷ്ണതരംഗം വന്നു, കുറേയധികം കാലികൾ നഷ്ടപ്പെട്ടു, കാലാവസ്ഥ പൊടുന്നനെ മാറി, ധാരാളം പ്രതിസന്ധികൾ വന്നു, പച്ചപ്പുല്ല് കുറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ ഇനി തരണം ചെയ്യാൻ പോകുന്നത്? നമ്മൾ പാലുൽപാദനത്തിൽ ഏകദേശം സ്വയം പര്യാപ്തയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികളും പുതിയ സ്കീമുകളും ഇത്തവണ നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ വളരെ അവിചാരിതമായിട്ടാണ് നമുക്കറിയാം ചൂട് കേരളത്തിൽ വർദ്ധിച്ചു വന്നത്. അത് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വേനൽ ചൂടാണ് കേരളത്തെ നമ്മളെല്ലാം അഭിമുഖീകരിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഏകദേശം ഒരു 2.5 ലക്ഷം ലിറ്റർ പാൽ ഒരു പ്രതിദിനം നമുക്ക് മതിയായിരുന്നു. പക്ഷേ അതിപ്പം 6,50,000 വർദ്ധിച്ചിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഞങ്ങളത് കൈവിട്ട് കളയുന്നില്ല. പക്ഷേ ആ സ്വയം പര്യാപ്തം എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ കേരളത്തിൽ 497ഓളം മൃഗങ്ങൾ, പ്രത്യേകിച്ചും പശുക്കൾ മരണപ്പെട്ട ഒരവസ്ഥയുണ്ടായി. മുമ്പെങ്ങും നമ്മളത് കേട്ടിട്ടില്ല. ഇത്രയധികം എണ്ണം, അതിൻ്റെ വർധനവ് ക്രമാതീതമായി അത് വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ നമ്മുടെ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ക്ഷീരവികസന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ എല്ലാം ഞങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. കർശന നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കൊടുത്തിരുന്നു. വേനൽ ചൂടാണ്, പശുക്കളെ എങ്ങനെ പരിചരിക്കണം, അവയെ എങ്ങനെ തീറ്റിപ്പോറ്റണം, ഇതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ ആ നിർദ്ദേശം കവിഞ്ഞാണിപ്പോൾ പോയത്. കാരണം ചൂട് നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് കടന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല പച്ചപ്പുല്ല്, അതുപോലെ തന്നെ നല്ല വെള്ളം അവയ്ക്ക് കൊടുക്കണമെന്നുള്ള നിർദ്ദേശവും അതിനെ പുറത്തു വിടരുതെന്നുള്ള നിർദ്ദേശവും എല്ലാം നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ആ നിർദ്ദേശമൊക്കെ നമുക്കറിയാം അത് പ്രാവർത്തികമാക്കാൻ നമ്മെക്കൊണ്ട് സാധിച്ചില്ല. കാരണം അത്രയും കടുത്ത ചൂടായിരുന്നു എന്നുള്ളതാണ്. പക്ഷിപ്പനി പോലെയുള്ള കടുത്തൊരു പ്രതിസന്ധി ഇപ്പോൾ തന്നെ കടന്നുപോയി. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയും. അതെ, പക്ഷിപ്പനി ഇപ്പം നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലാണ് പ്രധാനമായും കടന്നു വന്നത്. അതിന് തൊട്ടു മുമ്പും കുട്ടനാട്, കോട്ടയം, അതുപോലെ കോഴിക്കോട് ജില്ലകളിൽ വന്നെങ്കിൽ ഇത്തവണ നമ്മൾ വീണ്ടും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1.5 വർഷമായിട്ട് അതിൻ്റെ അനക്കം ഇല്ലാതിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഈ ദേശാടന പക്ഷികളുടെ വരവാണ് അതിനകത്ത് പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും ഇത്തവണ അത് വന്നു. പക്ഷേ ഇത്തവണ വലിയൊരു തോതിൽ വന്നില്ല. 2-3 പ്രദേശത്തോളം മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ. വളരെ പെട്ടെന്ന് അതിനെ നിയന്ത്രിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പിലെ നമുക്കറിയാം ദ്രുതകർമ്മ സേന ഉൾപ്പെടെ അവരുടെ പ്രവർത്തനം വളരെ മെച്ചമായ നിലയ്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അവയെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റുവാൻ സാധിച്ചു. കാരണം പക്ഷിപ്പനി പടർന്നു പിടിച്ച പ്രദേശങ്ങളിലൊക്കെ ത്വരിതഗതിയിലുള്ളൊരു പ്രവർത്തനം വകുപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ മാറ്റാൻ അവർക്ക് നമ്മൾ കഴിഞ്ഞ ടേം വരെയുള്ള മുഴുവൻ പണവും നമ്മൾ കൊടുത്തു തീർന്നു. കേന്ദ്രത്തിൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 3.5 കോടി രൂപ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് വന്നിരുന്നു. അതെടുത്തുകൊണ്ട് തന്നെ നമ്മൾ പക്ഷിപ്പനിയുടെ മുഴുവൻ പണവും കൊടുത്തു തീർത്തിട്ടാണ് തെരഞ്ഞെടുപ്പ് പിന്നെയാണ് വന്നത്. ഇപ്പോൾ പക്ഷേ വന്ന പക്ഷികൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. കേന്ദ്രത്തിനോട് ഞങ്ങൾ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കേന്ദ്രത്തിൻ്റെ 60%
കേരളത്തിൻ്റെ 40% ഫണ്ടാണ്. നമ്മുടെ ഫണ്ട് വയ്ക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. ആ ഫണ്ട് വരുന്ന മുറയ്ക്ക് നമ്മുടെ ഫണ്ട് കൂടി വെച്ച് ഇതെല്ലാം കൊടുത്തു തീർക്കാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഈ വേനൽക്കാല ദുരിതം, ഇപ്പോൾ ഉഷ്ണക്ലേശം കൊണ്ടുമൊക്കെ മരിക്കുന്ന മൃഗങ്ങൾക്കും ക്രമേണ പെരുമാറ്റച്ചട്ടം വിടുമ്പോൾ നഷ്ടപരിഹാരം നൽകാൻ കഴിയും. അത് കഴിയും. കാരണം ഞങ്ങൾ കേന്ദ്രത്തിനോട് ഇതിനകം തന്നെ പേപ്പർ പോയി കഴിഞ്ഞു. അതും കൂടെ വന്നാൽ, മുമ്പ് നമ്മൾ കേരളത്തിലെ ഫണ്ട് മാത്രം എടുത്താണ് ഈ മുഴുവൻ ഫണ്ടും ഞങ്ങൾ കൊടുത്തിട്ട് കേന്ദ്രത്തിനോട് അപേക്ഷ കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കുറച്ച് ഫണ്ട് ഇപ്പോൾ വന്നത്. വീണ്ടും ഞങ്ങളിപ്പോൾ കേന്ദ്രത്തിനോട് ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. ഇല്ലെങ്കിലും കുറച്ചായാലും നമുക്കിത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കും. വളരെ നാളായിട്ട് കർഷകർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്, അതായത് ഒരു കാലത്ത് കേരളത്തിൽ വളരെ സമഗ്രമായി ഉണ്ടായിരുന്ന ഇൻഷുറൻസ് പദ്ധതി നിന്നുപോയി. വളരെ നാളായി കർഷകർ ആവശ്യപ്പെടുകയാണ് ഒരു ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വരണം എന്നുള്ളത്. അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അതെ, കേരളത്തിൽ നമ്മൾ ഇൻഷുറൻസ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. കുറച്ച് മൃഗങ്ങൾക്ക് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ സാധിക്കൂ. അതൊരു വലിയ തുകയാണ്. മുഴുവൻ പശുക്കൾക്ക് നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേന്ദ്ര പദ്ധതിയെ ഞങ്ങൾ ആശ്രയിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നിരവധി പ്രാവശ്യം ഞങ്ങൾ പോയി. അതുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ കേന്ദ്രം ഞങ്ങൾക്ക് പരിഗണന നൽകാമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ അവസാനം കൂടിയ മീറ്റിംഗ് ഒരു 3 മാസം മുമ്പ് കേന്ദ്രത്തിൽ പോയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് സെക്രട്ടറി, അത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിനുള്ള അനുമതി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യുക, സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോവുകയാണ്. നമുക്ക് ഒരു വർഷം കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധ്യമില്ല. കാരണം ഒരു വർഷം കൊണ്ട് മുഴുവൻ പശുക്കൾക്കും ഇൻഷുറൻസ് കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷവും 3 വർഷവും എടുത്ത് ഘട്ടം ഘട്ടമായിട്ട് മുഴുവൻ പശുക്കളെയും ഇൻഷുറൻസിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഗവൺമെൻറ് മുമ്പിലുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി ഇതിൻ്റെ സാരഥ്യം വഹിക്കുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വനിതകൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ചും മഹിളാ ഫെഡറേഷൻ്റെ ഭാരവാഹി എന്ന നിലയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും. അപ്പോഴാണ് പശുസഖി വരുന്നത്. ഹെൽപ്പിൽ ധാരാളം ആളുകൾക്ക് പരിശീലനമൊക്കെ നൽകുകയാണ്. അത് കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് വിജയിക്കുന്നതിന് കുഴപ്പമില്ല. കേന്ദ്രം ഇപ്പോൾ ആ പദ്ധതി ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, ഇപ്പം ആരോഗ്യ മേഖലകളിൽ നമുക്കിപ്പം ആശാ വർക്കർമാരുണ്ട്. അവരുടെ സേവനം നമ്മളൊരു ഘട്ടത്തിൽ പറഞ്ഞു, ഇവരെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്. അതെ, കേരളത്തിൽ ആരോഗ്യ വകുപ്പിലെ ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, ഇന്ന് എല്ലാ വീടുകളും അറിയാൻ പറ്റാവുന്ന ഡോക്ടർമാരെക്കാളും നഴ്സുമാരെക്കാളും ഉദ്യോഗസ്ഥരെക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരെ അറിയാൻ സാധിക്കുന്ന ആശാ വർക്കർമാരാണ്. എവിടെ ഗർഭിണികളുണ്ട്, എവിടെ കുഞ്ഞുങ്ങളുണ്ട്, ആർക്ക് വാക്സിൻ കൊടുക്കണം, ആരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഇതെല്ലാം ഓരോ വീട്ടിൻ്റെ കൃത്യമായ കണക്ക് അവർ രേഖപ്പെടും. ആ ആശാ വർക്കർമാരെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പശു സഖിമാരെന്ന പേരിൽ കുടുംബശ്രീയിലെ ആൾക്കാരെ തന്നെയാണ് അതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ 400 പേരെ കേരളത്തിൽ നമ്മളിപ്പോൾ ട്രെയിനിങ് ഉൾപ്പെടെ കഴിച്ച് അവരെ നമ്മൾ ഈ സമൂഹത്തിൽ ഇറക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനം എങ്ങനെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ മനുഷ്യരെ നോക്കുന്നു, അതേപോലെ നമ്മുടെ പശുക്കളെ ഓരോ വീടുകളിലും പശുക്കൾ എവിടെയുണ്ട്, ആ പശുക്കൾക്ക് എന്തെല്ലാം ആഹാരങ്ങൾ കൊടുക്കാൻ സാധിക്കും, ഏതെല്ലാം സബ്സിഡി കൊടുക്കാൻ പറ്റും, ആ പശു നമ്മുടെ ക്ഷീരകർഷകന് എന്തൊക്കെ സ്കീമുകളിൽ അവരെ പെടുത്താൻ പറ്റും, ഇതെല്ലാം ഇവർ ആ വീടുകളിൽ ചെന്ന് പറയത്തക്ക നിലയിൽ അവരെ ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരുടെ ഒരു പ്രതികരണം എന്താ? മിനിസ്റ്റർ പലപ്പോഴും അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അവർക്ക് ഇഷ്ടമാണ്, നല്ല താല്പര്യമാണ്. പക്ഷേ അവർക്ക് കൊടുക്കുന്ന എനിക്ക് തോന്നുന്ന അലവൻസൊക്കെ ഇച്ചിരി കൂട്ടണം എന്നുള്ള തരത്തിലേക്ക്. അതിപ്പോൾ ആശമാരെ എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2000 രൂപ കൊടുത്ത കേരളത്തിലെ ഗവൺമെൻറ്റാണ് വർദ്ധിപ്പിച്ചത് ഇപ്പോൾ 8000-ഓളം തുകയാക്കി മാറ്റിയിട്ടുണ്ട്. അതേ അവസ്ഥ ഇവർക്കും ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നു. ഈ അടുത്തിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന, അതായത് ഒരുപക്ഷെ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിലുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കയറി പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൻ്റെ പാലുൽപാദനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പദ്ധതികളൊക്കെ മിനിസ്റ്ററുടെ മനസ്സിലുണ്ടാവും. പ്രത്യേകിച്ച് നേരത്തെ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ്റെ അധ്യക്ഷ കൂടിയായിരുന്നു. അപ്പോൾ ആ രംഗത്തൊക്കെ ഒരു വലിയ ഉൽപ്പാദന മികവ് ഉണ്ടാകാൻ ഉള്ള പദ്ധതികൾ ഇനിയുള്ള 2 വർഷക്കാലം ഉണ്ടാവും. അതെ, ഉണ്ടാകും. നമ്മളിപ്പം മുട്ട ഉൽപ്പാദന രംഗത്തും അതോടൊപ്പം തന്നെ ഒരു പുതിയ, എനിക്ക് തോന്നുന്നു നമ്മുടെ കെപ്കോടെ തന്നെ ഒരു പുതിയ പദ്ധതി ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. ഡെയിലി എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തോളം മുട്ട ഉൽപ്പാദനം നടപ്പിലാക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പോലെയുള്ള ഒരു നല്ല സംവിധാനമാണ് ഇപ്പോൾ കെപ്കോയിൽ ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അതിൻ്റെ അവസാന ഘട്ടം മിനുക്ക് പണിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
മറ്റൊന്ന് ഇറച്ചി കോഴികളെ കൂടുതൽ നമ്മൾ കൊണ്ടുവരുവാനുള്ള സംവിധാനങ്ങൾ. മുട്ട ഉൽപ്പാദനത്തിൽ തന്നെ കേരളത്തിൽ പഞ്ചായത്തുകൾ തോറും നമുക്ക് ഒരു പഞ്ചായത്ത് എടുത്താൽ ആശ്രയ പദ്ധതി, വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത്തവണയും നമ്മൾ ആ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂൾ പൗൾട്രി പദ്ധതി, കുഞ്ഞു കൈകളിൽ കോഴി, എല്ലാ കുഞ്ഞുങ്ങൾക്കും 5 കോഴിയും 2 കിലോ തീറ്റ ഉൾപ്പെടെ കൊടുക്കുന്ന സംവിധാനം അതിപ്പം വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യമുള്ള ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇപ്പം നമ്മൾ സ്കൂളുകളിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനമായിട്ടും മൃഗസംരക്ഷണ ക്ഷീരവികസന രംഗം ഭരിക്കുമ്പോൾ ഭക്ഷ്യഭദ്രതയാണ് മുന്നിലുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇക്കാര്യത്തിൽ ആശാവഹമായൊരു പുരോഗതി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നൽകാൻ കഴിയും നമ്മുടെ പ്രേക്ഷകർക്ക്. ഭക്ഷ്യഭദ്രത നൽകാൻ കഴിയുമെന്നുള്ളത് സാമ്പത്തികം ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും സ്കീമുകളൊന്നും നമ്മളിപ്പോൾ വെട്ടിച്ചുരുക്കുന്നില്ല. സ്കീമുകൾ പഴയപടി കൊണ്ടുവരുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇറച്ചി ഉൽപ്പാദനം വർധനവ് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം, അത് പൗൾട്രി കോർപ്പറേഷൻ്റെ കോഴിയുടെ ഇറച്ചി മാത്രമല്ല, മീറ്റ് പ്രോഡക്ട്സ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം വീണ്ടും അവർ തലപൊക്കിയൊക്കെ വന്നിട്ടുണ്ട്. സാമ്പത്തികത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ച് അവരും മുന്നോട്ട് വരുന്നൊരവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നമുക്കറിയാം ഇറച്ചി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും മുട്ട ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഗവൺമെൻറ് പോകുന്നത്. കേരളത്തിൻ്റെ ഭക്ഷ്യഭദ്രത ഉറപ്പാക്കും എന്നുള്ളതിൻ്റെ സന്ദേശങ്ങളാണ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി പങ്കുവയ്ക്കുന്നത്. ഹരിതം സുന്ദരത്തോടൊപ്പം ഈ നിമിഷങ്ങൾ പങ്കുവച്ച മന്ത്രിക്ക് പ്രത്യേക നന്ദി. ഓക്കെ, താങ്ക് യു. അഹങ്കാരമോ ആഡംബരമോ അല്ല കൃഷി, അത് വിനയത്തിൻ്റെ മാർഗം കൂടിയാണ്. യുക്തമായ ഇടത്ത് യുക്തി പ്രയോഗിച്ചാൽ അത് സമ്പത്ത് നേടും എന്നുറപ്പാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുകയും ചെയ്യും. നേരാം ഭാവുകങ്ങൾ.